Hello everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർമേഷൻ ഓഫ് കമ്പനീസിൽ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, എഫക്റ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതുവരെയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. A private company can start business immediately after the grant of certificate of incorporation, but public limited company has to further go through capital subscription stage and commencement of business stage. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ എന്തിൻ്റെ ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജും അതുപോലെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റേജും ചെയ്താൽ മാത്രമേ ഒരു പബ്ലിക് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സ്റ്റേജ് പബ്ലിക് കമ്പനിക്കാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ നേരെ എന്ത് ചെയ്യാം? ബിസിനസ് കമൻസ് ചെയ്യാം. In the capital subscription stage, the company makes necessary arrangement for raising the capital of the company. ഈ ഒരു സ്റ്റേജിലാണ് കമ്പനി അവർക്ക് വേണ്ട ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജിൽ പറയുന്നത്. എ പബ്ലിക് കമ്പനി ക്യാൻ സബ്സ്ക്രൈബ് capital by private placement, prospectus, right issue and bonus issue. അതായത് ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അതുപോലെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് അതുപോലെ റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട് ബോണസ് ഇഷ്യൂ നടത്തിയിട്ടൊക്കെയാണ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും അതുപോലെ റൈറ്റ് ഇഷ്യൂം ബോണസ് ഇഷ്യൂലും കൂടെ മാത്രമേ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഇവർ പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ആണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. സെക്ഷൻ 11 ബിസിനസ് കമൻസ്മെൻറ്റ് നടത്തുന്നത്. ഒരു പബ്ലിക് കമ്പനിക്ക് വേണ്ട ഒരു കാര്യം. അതുപോലെ എല്ലാ കമ്പനിക്കും എന്ത് വേണം? ബിസിനസ് കമൻസ്മെൻറ്റ് നടത്തണം. ഈ കമൻസ്മെൻറ്റ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ബിസിനസ് കമൻസ്മെൻറ്റ് നടത്തുക. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ കമൻസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഗ്രാൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ബട്ട് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി വിൽ ഹാവ് ടു അണ്ടർഗോ സം മോർ ഫോർമാലിറ്റീസ് ബിഫോർ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് ഡോക്യുമെൻറ്റ്സ്. അതായത് പ്രൈവറ്റ് കമ്പനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയ നേരെ എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പബ്ലിക് കമ്പനിക്ക് കുറേ ഫോർമാലിറ്റീസ് ചെയ്തതിന് ശേഷം മാത്രമേ ബിസിനസ് കമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ നോക്കാം. എ കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഷാൾ നോട്ട് കമൻസ് എനി ബിസിനസ് ഓർ എക്സസൈസ് എനി ബോറോയിങ് പവേഴ്സ് അൺലെസ്. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഷെയർ ക്യാപിറ്റൽ വേണം. അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടത്താനും അതുപോലെ കമൻസ് ചെയ്യാനും പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ഡിക്ലറേഷൻ. അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതായത് ഫസ്റ്റത്തേൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ്. എ ഡിക്ലറേഷൻ ഈസ് ഫയൽഡ് ബൈ എ ഡയറക്ടർ വിത്ത് ദി രജിസ്ട്രാർ ഇൻ സച്ച് ഫോം ആൻഡ് വെരിഫൈഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് കമ്പനിയുടെ ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അവർ വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. രജിസ്ട്രാർക്ക് മുന്നേ ഡിക്ലറേഷൻ കൊടുത്താൽ മാത്രമേ കമ്പനി കമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ രണ്ടാമത് വരുന്നതാണ് ദ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസും ആർക്ക് മുന്നിൽ ഫയൽ ചെയ്യണം? രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. രണ്ടാമത് പറയുന്ന കാര്യമാണ് ഇഫ് എനി ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കംപ്ലൈയിങ് വിത്ത് ദീസ് റിക്വയർമെൻറ്റ്സ് ദ കമ്പനി ഷാൾ ബി ലേബിൾ ടു എ പെനാൽറ്റി. അതായത് ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെങ്കിൽ കമ്പനി എന്തിന് അർഹനാണ്? പെനാൽറ്റി കൊടുക്കുന്നതിന് അർഹനാണ്. മൂന്നാമത് പറയുന്നതാണ് വേർ നോ ഡിക്ലറേഷൻ ഹാസ് ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ വിത്തിൻ എ പീരീഡ് ഓഫ് 180 days ഓഫ് ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് രജിസ്ട്രാർ ഹാഡ് ദി റീസൺ ഏബിൾ ടു കോസ് ബിലീവ് ദാറ്റ് ദി കമ്പനി ഈസ് നോട്ട് ക്യാരിയിങ് ഓൺ ബിസിനസ് വിത്തൗട്ട് ഇനീഷ്യൽ ആക്ഷൻ ഫോർ ദി റിമൂവൽ ഓഫ് നെയിം ഓഫ് ദി കമ്പനി ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതായത് ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, നോ ഡിക്ലറേഷൻ ഹാസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ, രജിസ്ട്രാർക്ക് മുന്നേ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം 150 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ
രജിസ്ട്രാർ എന്ത് ചെയ്യും, എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാന്നുള്ള റീസൺ അവരോട് ചോദിക്കും. എന്നിട്ട് കമ്പനി എന്ത് മനസ്സിലാക്കണം, ടു കോസ് ടു ബിലീവ് ദാറ്റ് ദി കമ്പനി ഈസ് നോട്ട് ക്യാരിയിങ് ഓൺ ബിസിനസ്. കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്താണ് ഈ കമ്പനിക്ക് ബിസിനസ് നടത്താൻ സാധ്യതയില്ല, അവർക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. വിത്തൗട്ട് ഇനീഷ്യൽ ആക്ഷൻ ഫോർ ദി റിമൂവൽ ഓഫ് നെയിം ഓഫ് ദി കമ്പനി ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് രജിസ്ട്രാറിന് കമ്പനിയുടെ നെയിം റിമൂവ് ചെയ്ത് കളയുക. അതായത് 150 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കമ്പനി കമൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സെക്ഷൻ 11 പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ്. അതായത് ഈ കമൻസ്മെൻറ്റ്, അതായത് ബിസിനസ്സിൻ്റെ ഫോർമേഷൻ്റെ സ്റ്റേജിൽ വരുന്ന കുറച്ച് കോൺട്രാക്റ്റുകളാണ്. ഫസ്റ്റ് വണ്ണാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. Pre-incorporation contracts are those contracts which are made by the promoters with different parties on behalf of the company yet to be incorporated. Such contracts are generally entered into by promoters to acquire some property or right on behalf of the company to be formed. അതായത് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ്റെ മുന്നേ തന്നെ പിന്നെ പ്രീ ആയിട്ട് തുടങ്ങുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻകോർപ്പറേഷൻ നടക്കുന്ന ടൈമിൽ തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളാവും എന്ത് ഇത്. ഈ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അവർക്ക് പ്രോപ്പർട്ടിയൊക്കെ അക്വയർ ചെയ്യാനും അതുപോലെ റൈറ്റും കാര്യങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് തന്നെയാണ്. പ്രൊമോട്ടേഴ്സാണ് എന്ത് ഈ ഒരു കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഈ ഒരു കോൺട്രാക്റ്റിൽ ഡിഫറെൻറ്റ് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഈ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്, അതായത് ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൻ്റെ എന്തൊക്കെയാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് നോക്കാം. The contract should have been entered into by the promoter for the purpose of the company. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ്, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്തിനു വേണ്ടിയിട്ടാവണം, അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് പ്രൊമോട്ടർ ഫോർ ദി പർപ്പസ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ആയിരിക്കണം എന്ത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ദ ടേംസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഷുഡ് വാറൻറ്റ് സച്ച് കോൺട്രാക്റ്റ്. അതായത് ഇൻകോർപ്പറേഷൻ്റെ ടേംസൊക്കെ എന്ത് ചെയ്യണം, ആ കോൺട്രാക്റ്റിൽ ആവശ്യപ്പെടണം. അതായത് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെ ടേംസും കണ്ടീഷൻസൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതൊക്കെ ഈ ഒരു കോൺട്രാക്റ്റിൽ ആവശ്യപ്പെടണം. നെക്സ്റ്റ് പറയുന്നത് കമ്പനി ഷുഡ് ആക്സെപ്റ്റ് ദി കോൺട്രാക്റ്റ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ഈ ഒരു കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷന് ശേഷമായിരിക്കുന്നത് കമ്പനി അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ മുന്നെയാണ് ഈ ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പക്ഷേ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷന് ശേഷമായിരിക്കും. നെക്സ്റ്റ് സച്ച് അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു അതർ പാർട്ടി ടു ദി കോൺട്രാക്റ്റ്. അങ്ങനെ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നത് അതർ പാർട്ടീനെയും കൂടി അറിയിക്കണം. അപ്പോൾ ഇത്രയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. Contracts entered into by a company after its incorporation and before it is entitled to commence business are provisional only and are not binding on the company until the trading certificate is issued. Section 11. Section 11 പ്രകാരം പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷന് ശേഷം അതുപോലെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുന്നേ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് എന്ത് പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പ്രൊവിഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കോൺട്രാക്റ്റ് ആയിരിക്കും. ബട്ട് ഇത് എന്തില്ല, നോട്ട് ബൈൻഡിങ് ഓൺ ദി കമ്പനി അൺടിൽ ദി ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂ. ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വരെ എന്തില്ല, കമ്പനിയായിട്ട് ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോർമേഷനിൽ പറയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് കമ്പനിയിലെ ഡോക്യുമെൻറ്റ്സ്. Next topic, documents of companies. The formation of a public company involves preparation and filing of several essential documents. The three basic documents are Memorandum of Association, Articles of Association and Prospectus. അതായത് ഒരു പബ്ലിക് കമ്പനി
എൻട്രി ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡോക്യുമെൻറ്റ്, അതായത് ബേസിക് ഡോക്യുമെൻറ്റ്സ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. പക്ഷേ പ്രോസ്പെക്ടസ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പബ്ലിക് കമ്പനിക്കാണ് ഈ 3 ഡോക്യുമെൻറ്റ്സും ആവശ്യമുള്ളത്. അപ്പോൾ ഇനി എന്താണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നോക്കാം. The first step in the formation of a company is to prepare a document called the Memorandum of Association. It is the most important document for the registration or incorporation of a joint stock company. It contains the fundamental conditions on which the company is to be incorporated. No company can be registered without Memorandum of Association, and it is a document of great importance in relation to a company. അതായത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഫോം ചെയ്യുന്ന സമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെൻറ്റ്. ഇതൊരു കമ്പനിയുടെ ചാർട്ടർ ആണെന്നാണ് പറയുന്നത്. അതായത് കമ്പനിയുടെ ഒരു ചാർട്ടറാണെന്ത് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ ഒരു ഡോക്യുമെൻറ്റ്സിൽ കമ്പനിയിലെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത് ഈ ഒരു ഡോക്യുമെൻറ്റിൽ. ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഇല്ലാതെ ഒരു കമ്പനിക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രാർക്ക് മുന്നേ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഡോക്യുമെൻ്റ് ആണെന്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ചാർട്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മെയിൻ ചാർട്ടറാണെന്ത്, അതായത് കമ്പനിയിലെ നിയമങ്ങളും കാര്യങ്ങളും കമ്പനിയിലെ ചട്ടങ്ങളൊക്കെ എന്താണെന്നുള്ള ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. It governs the relationship of the company with the outside world and defines the scope of its activities. അതായത് ഈ ഒരു ഡോക്യുമെൻറ്റിലാണ് കമ്പനിയും ബാക്കിയുള്ള ഒരു ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ ഈ ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസിൻ്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ. According to section 256 of the Companies Act 2030, memorandum means the memorandum of a company as originally framed or as altered from time to time in pursuance of any previous company law or of this act. അതായത് കമ്പനീസ് ആക്ട് സെക്ഷൻ 256 പ്രകാരം മെമ്മറാണ്ടം എന്ന് പറയുന്നത് കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതുപോലെ അതായത് കമ്പനിയിലെ ഓരോ നിയമങ്ങളും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലോക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവോ അതിനനുസരിച്ച് ആൾട്ടർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു ഡെഫിനിഷനിൽ കമ്പനി മെമ്മറാണ്ടത്തെ കുറിച്ചിട്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ലോർഡ് മാക്മില്യൻ പറയുന്നതാണ് ദ പർപ്പസ് ഓഫ് ദി മെമ്മറാണ്ടം ഈസ് ടു എനേബിൾ ദി ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ഓൾ ദോസ് ഹു ഡീൽ വിത്ത് ദി കമ്പനി ടു നോ വാട്ട് ഈസ് ഇറ്റ്സ് പെർമിറ്റഡ് റേഞ്ച് ഓഫ് എൻ്റർപ്രൈസസ്. അതായത് ലോർഡ് മാക്മില്യൻ പറയുന്നതാണ് മെമ്മറാണ്ടത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ അതുപോലെ ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന എല്ലാവരെയും അവരെ എത്രത്തോളം ആണ് ഒരു കമ്പനിയിലേക്ക് പെർമിറ്റ് ചെയ്യാന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെമ്മറാണ്ടം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിയുടെ എല്ലാ നിയമങ്ങളും എല്ലാ കണ്ടീഷൻസും കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ നോ ദ ഫീൽഡ് ഓർ ദി പർപ്പസ് ഫോർ വിച്ച് ദെയർ മണി ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ് ബൈ ദി കമ്പനി ആൻഡ് ദി റിസ്ക് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Anyone dealing with the company may know what the object of the company are and whether the dealing with the company is within the objective or not.
അതായത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് മെമ്മറാണ്ടത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന വേർഡും ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളും മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഓരോ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എങ്ങനെയാണ്, ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, അതായത് എത്രത്തോളമാണ് അവരുടെ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള വിവരം മെമ്മറാണ്ടത്തിലുണ്ടായിരിക്കണം. അതുപോലെ ഒരു ഷെയറിൽ കുറവുള്ള ഒരാളെയും സബ്സ്ക്രൈബറായിട്ട് സ്വീകരിക്കാൻ പാടില്ല. ഈച്ച് സബ്സ്ക്രൈബറും എന്തുണ്ടായിരിക്കണം, അവരുടെ ഓപ്പോസിറ്റ് അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഫോം ഓഫ് മെമ്മറാണ്ടം. മെമ്മറാണ്ടം ഏതൊക്കെ ഫോമിലാണ് മെമ്മറാണ്ടം ഉള്ളത്? അപ്പോൾ ഇതിന് ടേബിൾ എ ബി സി ഡി ഇ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ടേബിൾ എയിൽ പറയുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനാണ് ടേബിൾ എയിൽ. ടേബിൾ ബിയിൽ ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ആൻഡ് നോട്ട് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനാണ് ടേബിൾ ബിയിൽ. ടേബിൾ സിയിൽ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റീൻ്റെ മെമ്മറാണ്ടം. ടേബിൾ ഡിയിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത അൺലിമിറ്റഡ് കമ്പനിയുടെ. അതുപോലെ ടേബിൾ ഇയിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഉള്ള അൺലിമിറ്റഡ് കമ്പനിയുടെ. അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ മെമ്മറാണ്ടത്തിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഫോം ഓഫ് മെമ്മറാണ്ടം സെക്ഷൻ 14 പ്രകാരമാണ് ഫോം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടൻസ് ഓഫ് മെമ്മറാണ്ടം. അതായത് ഒരു മെമ്മറാണ്ടത്തിന് എന്തൊക്കെ കണ്ടൻസ് ആണുള്ളത്. അതിൽ മെയിനായിട്ട് 6 കണ്ടൻസാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉള്ളത്. സെക്ഷൻ 4 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. 2013 കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 4ലാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനെ ഡീൽ ചെയ്യുന്നത്. ഇതിൽ പറയുന്ന കുറച്ച് ക്ലോസ് അല്ലെങ്കിൽ കുറച്ച് കണ്ടൻസ് ആണ് നെയിം ക്ലോസ്, സിറ്റുവേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ദ അസോസിയേഷൻ ക്ലോസ്. അങ്ങനെ 6 കണ്ടൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലുള്ളത്. അതിൽ ഫസ്റ്റ് കണ്ടൻ്റാണ് നെയിം ക്ലോസ്. സെക്ഷൻ 4 സബ്സെക്ഷൻ 1A നെയിം ക്ലോസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു നെയിം ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നെയിം ക്ലോസിൽ ഉണ്ടായിരിക്കുക, അതിൻ്റെ ഈ ഒരു കണ്ടൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ദ ഫസ്റ്റ് ക്ലോസ് ഓഫ് എ മെമ്മറാണ്ടം ഷാൾ സ്റ്റേറ്റ് ദ നെയിം ഓഫ് ദി പ്രൊപ്പോസ്ഡ് കമ്പനി അക്കോർഡിംഗ് ടു ദി Act the name of the company with the last word limited in the case of a public company or the last words private limited in the case of private company. അതായത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഈ നെയിം ക്ലോസിൽ പറയുന്നത് പേര് പോലെ തന്നെ എന്താണ്, നെയിം ഓഫ് ദി പ്രൊപ്പോസ്ഡ് കമ്പനിയുടെ നെയിമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കണ്ടൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വേർഡും അതുപോലെ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന വേർഡും കമ്പനിയുടെ നെയിമിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനി ഹാവ് ടു മേക്ക് ആൻ അപ്ലിക്കേഷൻ ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫോർ ദി അവൈലബിലിറ്റി ഓഫ് നെയിം. അതായത് കമ്പനിയിലെ പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യാം, പിന്നെ രജിസ്ട്രാർക്ക് മുന്നേ അപ്ലിക്കേഷൻ കൊടുക്കാം. കമ്പനിക്ക് പറ്റുന്ന നെയിം കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് മുന്നേ അപ്ലിക്കേഷൻ കൊടുക്കാം. ദ കമ്പനി ക്യാൻ അഡോപ്റ്റ് എനി നെയിം ഇഫ്, കമ്പനിക്ക് ഏത് നെയിമും അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ദർ ഈസ് നോ അതർ കമ്പനി രജിസ്റ്റർ അണ്ടർ ദി സെയിം ഓർ
അണ്ടർ ഐഡൻറ്റിക്കൽ നെയിം, അതായത് ഒരേപോലുള്ള നെയിം അല്ലെങ്കിൽ സെയിം നെയിമുള്ള കമ്പനീസുമായിട്ട് സെയിം നെയിമുള്ള നെയിമിന് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ നെയിം ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് അൺഡിസൈറബിൾ ആൻഡ് പ്രൊഹിബിറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് കൺസിഡർ ചെയ്യാത്തതോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒഴിവാക്കിയതോ ആയിട്ടുള്ള നെയിം ഒരു കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നതാണ് വൺസ് ദ നെയിം ഹാസ് ബീൻ അപ്രൂവ്ഡ് ആൻഡ് ദി കമ്പനി ഹാസ് ബീൻ രജിസ്റ്റേർഡ്. ഇതിന് ശേഷം നെയിം അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നെയിമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പറയുന്നതാണ് ദ നെയിം ഓഫ് ദി കമ്പനി വിത്ത് രജിസ്റ്റേർഡ് ഓഫീസ് ഷാൾ ബി അഫിക്സഡ് ഓൺ ഔട്ട്സൈഡ് ഓഫ് ദി ബിസിനസ് പ്രിമിസസ്. അതായത് കമ്പനി നെയിം ഓഫ് ദി കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത നെയിം എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് ഓഫ് ദി ബിസിനസ് പ്രിമിസസ്, ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡിലൊക്കെ ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദി ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ദ വേർഡ്സ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് ദി കേസ് മേ ബി ഷാൾ ബി ആഡഡ് ടു ദി നെയിം. അതായത് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് എന്നായിരിക്കണം. ലാബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് വേർഡും, അതുപോലെ പ്രൈവറ്റ് കമ്പനിക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വേർഡ് ഉണ്ടായിരിക്കണം. പിന്നെ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഷാൾ ബി മെൻഷൻഡ് ഇൻ ഓൾ ലെറ്റർ ഹെഡ്സ്, ബിസിനസ് ലെറ്റേഴ്സ്, നോട്ടീസ് ആൻഡ് കോമൺ സീൽ ഓഫ് ദി കമ്പനി എക്സെട്ര. കമ്പനിയുടെ നെയിമും അതുപോലെ അഡ്രസ്സും രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും എല്ലാ ലെറ്റർ ഹെഡ്സിലും കമ്പനിയുടെ ലെറ്റർ ഹെഡ്സിലും അതുപോലെ ബിസിനസ് ലെറ്റേഴ്സിലും നോട്ടീസിലും കോമൺ സീലും കമ്പനിയുടെ കോമൺ സീലിലൊക്കെ പതിഞ്ഞിട്ടുണ്ടായിരിക്കണം. നെയിം ഓഫ് ദി കമ്പനി ഈസ് ദി സിമ്പിൾ ഓഫ് ഇറ്റ്സ് പേഴ്സണൽ എക്സിസ്റ്റൻസ്. അതായത് കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് എന്താണ്, കമ്പനി സ്വന്തമായിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് എന്ത് കമ്പനിയുടെ പേര്. അപ്പോൾ ദി നെയിം ഷുഡ് ബി പ്രോപ്പർലി ആൻഡ് കറക്റ്റ്ലി മെൻഷൻഡ്. അപ്പോൾ നെയിം കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും പറയണം. ഇനി ഈ നെയിം ക്ലോസിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്, അതായത് ഈ നെയിം കൊടുക്കുമ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു നെയിമാണ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി പെനാൽറ്റിക്ക് ലേബിളായിരിക്കും. അതായത് 1,00,000 രൂപ വരെയുള്ള പെനാൽറ്റിക്ക് കമ്പനി ലേബിളായിരിക്കും. ഇനി സെക്കൻഡ് ക്ലോസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് സെക്ഷൻ 4(1)(b). രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് സെക്ഷൻ 4(1)(b)യിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ മസ്റ്റ് സ്റ്റേറ്റ് ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. അതായത് ഈ ക്ലോസിൽ പ്രകാരം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇറ്റ് വിൽ ഫിക്സ് അപ്പ് ദി ഡൊമിസിൽ ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ വാസസ്ഥലം അല്ലെങ്കിൽ കമ്പനിയുടെ താമസം എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ കൊടുക്കുന്നത്. കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലോസിൽ ഉണ്ടായിരിക്കുക. ഫർദർ എവറി കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് ഐദർ ഫ്രം ദി ഡേ ഇറ്റ് ബിഗിൻസ് ടു ക്യാരി ഓൺ ബിസിനസ് ഓർ വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അതായത് എവറി കമ്പനി എന്തുണ്ടായിരിക്കുക, അതായത് എല്ലാ കമ്പനിയും രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് എന്നാണ് തുടങ്ങിയതനുസരിച്ചിട്ട്, അതുപോലെ വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ, ബിസിനസ് തുടങ്ങിയ മുതൽ 30 days വരെയുള്ള ആ ദിവസങ്ങളിലും, അതുപോലെ നോട്ടീസ് ഓഫ് ദി സിറ്റുവേഷൻ ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് എവറി ചേഞ്ച് ഷാൾ ബി ഗിവൺ ടു ദി രജിസ്ട്രാർ വിത്തിൻ 30 days ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ഓർ ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ചേഞ്ച്. അതായത് രജിസ്റ്റേർഡ് ഓഫീസിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ട് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ രജിസ്ട്രാർക്ക് മുന്നേ അറിയിക്കണം. അതാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് എ കമ്പനി ഷാൾ ഓൺ ആൻഡ് ഫ്രം ദി 15th day ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് at all times thereafter they have a registered office capable of receiving and acknowledging all communications notices as may be addressed to it. അതായത് കമ്പനി എന്തുണ്ടായിരിക്കാം 50 daysൻ്റെ ഉള്ളിൽ തന്നെ ഇൻകോർപ്പറേഷൻ തുടങ്ങിയിട്ട് 15 daysൻ്റെ ഉള്ളിൽ തന്നെ, അതായത് 15 daysൻ്റെ ഉള്ളിൽ തന്നെ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവർ
അവർക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻസും റിസീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അക്നോളജ് അവർ ചെയ്യണം, കമ്പനി ചെയ്യണം. അതുപോലെ കമ്പനി രജിസ്ട്രാർക്ക് മുന്നേ എന്ത് ചെയ്യണം, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ നെയിം, അഡ്രസ്സ്, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നത് സെക്ഷൻ 4(1)(b) പ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നതാണ് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ ഒരു ക്ലോസിൽ പറയേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റ് ക്ലോസ്, സെക്ഷൻ 4(1)(c). ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇൻ ദി മെമ്മറാൻഡം. അതായത് മെമ്മറാൻഡത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണെന്ത്, ഈ ഒരു ക്ലോസ്. Because it not only shows the object or objects for which the company is formed but also determine the extent of the powers which the company can exercise in order to achieve the objects or object. അതായത് ഈ കമ്പനി ഈ ഒരു ക്ലോസ് പ്രകാരം കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ എന്താണെന്ന് കാണിക്കൽ മാത്രമല്ല, പക്ഷേ ഈ കമ്പനിക്ക് എത്രത്തോളം പവേഴ്സ് ഉണ്ട്, എത്രത്തോളം പവർ വരെ എക്സസൈസ് അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം അവരുടെ പവേഴ്സ് എങ്ങനെയാണെന്ന് എൻഷൻ ചെയ്യുന്ന ഒരു ക്ലോസാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ദി കമ്പനി ക്യാൻ ക്യാരി ഓൺ. അതായത് ഏത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത്. അതായത് ഓരോ കമ്പനിക്കും ഓരോരോ ആക്ടിവിറ്റീസ് ആയിരിക്കും. ചിലർ ഫുഡ്, ചിലർ എന്താണ് സ്റ്റോക്ക്, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്, ഏത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ് കമ്പനി ക്യാരി ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ക്ലോസിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ കമ്പനി ക്യാൻ ടേക്ക് അപ്പ് ഓൺലി ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദി മെമ്മറാൻഡം ആൻഡ് ബിയോണ്ട് വിച്ച് ഇറ്റ് കനോട്ട് ഗോ. അതായത് മെമ്മറാൻഡത്തിൽ കാണിച്ചാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്മറാൻഡത്തിൽ കാണിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്പനി ഈ ഒരു മെമ്മറാൻഡത്തിൽ ഈ ക്ലോസിൽ എന്താണ് അവരുടെ പർപ്പസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ബിസിനസ്സാണ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആവാൻ പാടില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി മസ്റ്റ് നോട്ട് ബി എഗെയിൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള പ്രൊവിഷനൊക്കെ എതിരാണെങ്കിൽ അതെന്താണ്, ഒരു ഇല്ലീഗലാണ്. അപ്പോൾ അതങ്ങനെ ആവാൻ പാടില്ല. രണ്ടാമത് പറയുന്നതാണ് ദ ഒബ്ജക്റ്റ് മസ്റ്റ് നോട്ട് ബി എഗെയിൻസ്റ്റ് പബ്ലിക്. കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിനും എഗെയിൻസ്റ്റ് ആകാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഡെഫിനിറ്റ്ലി. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ക്വൈറ്റ് എലബറേറ്റ് ഓൾസോ. അതായത് എലബറേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് എലബറേറ്റ് ചെയ്ത് പറയണം ഈ ഒരു ക്ലോസിൽ. ഇത്രയാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നതാണ്. നെക്സ്റ്റ് പറയുന്ന ക്ലോസാണ് ലാബിലിറ്റി ക്ലോസ്, സെക്ഷൻ 4(1)(d). സെക്ഷൻ 4(1)(d) പ്രകാരം ലാബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നതാണ്. ദിസ് ക്ലോസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി നേച്ചർ ഓഫ് ലാബിലിറ്റി ദാറ്റ് ദി മെമ്പർ ഇൻകർ. ഈ ക്ലോസ് പ്രകാരം പറയുന്നതാണ് കമ്പനിയുടെ, അതായത് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റിയുടെ നേച്ചർ എന്താണെന്നുള്ളത് പറയുന്നൊരു ക്ലോസാണെന്ത്, ലാബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്. ലാബിലിറ്റി ക്ലോസ് മെൻഷൻസ് ദി ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റിയാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് if a company limited by shares, memorandum of association must have a clause to the effect that the liability of members is limited to the extent the amount of unpaid portion of the shares held by him. അതായത് ഷെയർസ് ലിമിറ്റഡ് ബൈ ഷെയർസ് പ്രകാരം അയാളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അയാൾ എത്ര ഷെയറാണ് പിന്നെ വാങ്ങിയത് അതുവരെ ആയിരിക്കും അയാളുടെ ലാബിലിറ്റി എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഓരോ കമ്പനീസിനും അവരുടെ ലാബിലിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി മസ്റ്റ് സ്റ്റേറ്റ് the amount which each member undertakes to contribute to the assets of the company in the event of its being wound up. അതായത് ഈ ഒരു മെമ്മറാൻഡത്തിൽ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിലാണെങ്കിൽ അവിടെ എമൗണ്ട് ഓരോ മെമ്പറും എത്രത്തോളമാണ് അവരുടെ അസറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, വൗണ്ടപ്പ് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ലാബിലിറ്റി. അത് സെക്ഷൻ 13(2) പ്രകാരമാണ് പറയുന്നത്. In a limited company, however, the liability of the directors or any director or manager may be unlimited. So, if so, provided by the memorandum, section 3(22).
അതായത് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം, ഡയറക്ടർക്കും മാനേജർക്കും അൺലിമിറ്റഡ് ആകാം. അത് സെക്ഷൻ 322 പ്രകാരം പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് സെക്ഷൻ 4(1)(e). In the case of a company having a share capital, unless the company is an unlimited company, the memorandum shall also state the amount of share capital with which the company is to be registered and division thereof into shares of a fixed amount. Section 13(4)(5). അതായത് ഈ ഒരു ക്യാപിറ്റൽ ക്ലോസിൽ പറയുന്നത്, ഈ ക്ലോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി വിത്ത് വിച്ച് ദി കമ്പനി ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഡിവിഷൻ ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട്. അതായത് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഷെയർസ് എത്രയാണ്, ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലോസ് ആണെന്ത് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അതുപോലെ രജിസ്റ്റേർഡ്, അതുപോലെ ഓതറൈസ്ഡ്, നോമിനൽ ക്യാപിറ്റൽ, അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് വാല്യൂ ഓഫ് സച്ച് ഷെയർസ് ഓൾസോ ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ദിസ് ക്ലോസ്. അതായത് ഇപ്പോൾ നമ്മൾ 5 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്നൊക്കെ പറയും. അപ്പോൾ 5 lakh ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച്. അപ്പോൾ അത് എത്രയാണ് ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ എത്രയാണ്, അത് എത്ര രൂപയ്ക്കാണ് അതിൻ്റെ പാർ വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്ലോസാണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. സെക്ഷൻ 4(1)(e)(f). This clause states that the person subscribing their signatures at the end of the memorandum, the desires of forming themselves into an association in pursuance of the memorandum. ഈ ഒരു ക്ലോസ് പ്രകാരം, അതായത് പേഴ്സൺ at the end of the memorandum of any company there is an association or subscription clause or declaration of association. അതായത് മെമ്മറാണ്ടത്തിൻ്റെ അവസാനം വരുന്നൊരു ക്ലോസ് ആണ് ഈ അസോസിയേഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോസ് പ്രകാരം മെമ്പേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത് കമ്പനിയിലെ പേഴ്സൺസ് അവരുടെ സിഗ്നേച്ചേഴ്സ് സബ്സ്ക്രൈബിങ് ദെയർ സിഗ്നേച്ചേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി മെമ്മറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അവർ പറഞ്ഞിട്ടുണ്ടാകും വി ദ സെവറൽ പേഴ്സൺസ് ഹൂ നെയിംസ് ആൻഡ് അഡ്രസ് ആർ സബ്സ്ക്രൈബ്ഡ്. ആരുടെയൊക്കെയാണ് അഡ്രസ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു നെയിം, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ക്ലോസ് ആണ് ഈ ഒരു ക്ലോസ്. The memorandum of association must be signed by 7 or more persons in the case of public company. അതായത് പബ്ലിക് കമ്പനിയുടെ കേസിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ സൈൻ ചെയ്യുക. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ 7 അതിൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അത് സൈൻ ചെയ്യുക. അതുപോലെ ബൈ 2 or more persons in the case of private company. പ്രൈവറ്റ് കമ്പനിയിൽ 2 or more പേഴ്സൺസും അവരുടെ വിറ്റ്നസ്സും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ there may be one witness for all signatures but one subscriber cannot be a witness to the signatures of another. അതായത് ഒരു സബ്സ്ക്രൈബർ മറ്റാൾക്ക് എന്തല്ല, വിറ്റ്നസ് അല്ല. അപ്പോൾ ഫുൾ ഡിസ്ക്രിപ്ഷൻ, അഡ്രസ്സ്, ഒക്യുപ്പേഷൻ എക്സെട്ര ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വിറ്റ്നസ്സസ് മസ്റ്റ് ബി റിട്ടൺ. അവരുടെ ഫുൾ അഡ്രസ്സ്, അവരുടെ ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പിന്നെ വിറ്റ്നസ്സിൻ്റെ ഉണ്ടായിരിക്കണം, അതുപോലെ സബ്സ്ക്രൈബറിൻ്റെ ഉണ്ടായിരിക്കണം. In the case of a company having share capital, each subscriber is also required to take at least one share and to write opposite his name and the number of shares he agrees to take. അപ്പോൾ ഓരോ സബ്സ്ക്രൈബറും പറഞ്ഞിട്ടുണ്ടായിരിക്കണം അവർക്ക് എത്രയാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്യാപിറ്റൽ, അവർ എത്ര ഷെയറാണ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഈ ഒരു ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആർ റിക്വയർഡ് ടു പേ ഫോർ ദീസ് ഷെയർസ് ആഫ്റ്റർ ദി കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ സബ്സ്ക്രൈബേഴ്സ് ഈ ഷെയറിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് പേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ മസ്റ്റ് ഓൾസോ സൈൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഇവർ സൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്ലോസ് പ്രകാരം, അസോസിയേഷൻ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ പ്രകാരം ഈ സബ്സ്ക്രൈബേഴ്സ് ഈ മെമ്മറാണ്ടത്തിൻ്റെ ലാസ്റ്റായിട്ട് ഇവരുടെ സിഗ്നേച്ചറും അവർ എത്രത്തോളം ഷെയർ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊണ്ട് അവരുടെ അഡ്രസ്സും നെയിമൊക്കെ വെച്ചിട്ട് അവരുടെ സിഗ്നേച്ചറും പതിപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസിൽ പറയുന്നത്. 6 കണ്ടൻറ്റാണ് ഇതിനുള്ളത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ.
താങ്ക് യു.